മേരി കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കർട്ടന്റെ മറവിൽ നിന്നൊരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. മൂർച്ചയുള്ള കത്തിയും കൈകളിലേന്തി അവൻ അടുത്തേക്ക് വരുന്നു. പിന്നെ കുത്തി. ചോരയില് കുളിച്ചു കിടക്കുന്ന മേരിയുടെ ശവശരീരം. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി കാത്തിരിക്കുവായിരുന്നു. ഒരിക്കലുമില്ല. ക്ലബിൽ പോയാലേ പോവാം. അവിടെ പെട്ടെന്ന് ഇരുട്ടാവൂല്ലേ? സേഫാ. സാധാരണ ഈ സമയത്ത് ഞാൻ പുറത്തിറങ്ങാത്ത നീ ഉള്ളോണ്ടാ. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിയുന്നുണ്ടല്ലോ അല്ലേ? അശോകേട്ടന്റെ കാര്യം അറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കൂ? ഞാനും ഞെട്ടിടാ. പക്ഷെ നമ്മൾ അപ്പൊ തന്നെ അവനെ പൂട്ടിയല്ലോ. ഇനിയൊന്നും പേടിക്കണ്ടാ. എനിക്കെന്തോന്നാ പേടി? നിങ്ങൾക്കല്ലേ രാത്രി ഇറങ്ങാൻ പേടി. അത് വിട്. അല്ല, നീ എപ്പോഴാ തിരിച്ച്? ഞാൻ ഇനി കൊറയിലോട്ടൊന്നുമില്ല. മാലിന്യയുടെ വീട്ടിൽ പോയി പെണ്ണാലോചിച്ച് ഇവിടെ തന്നെ കൂടിയാലോന്നാ പ്ലാൻ. എന്താ ഉജ്ജ്വലേട്ടന്റെ അഭിപ്രായം? എടാ, എന്റെ അഭിപ്രായം എന്ത് കാര്യം? നീ ആദ്യം അവളുടെ അഭിപ്രായം അറിയാം. അവളൊക്കെയാണ്. ഈടായിട്ട് അവളെ പോക്കത്ര ഒരു ഉജ്ജ്വലേട്ടൻ എന്തോ അല്ല നാട്ടുകാരൻ പോലെ. അവൾ അങ്ങനത്തെ ഒച്ചൊന്നും അല്ല. ഞാൻ നിന്റെ നന്മക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഉജ്ജ്വലം വന്ന ആടെന്തോ മിസ്സിംഗ് എന്ന് കേട്ടല്ലോ. അത് ഉജ്ജ്വല. ആ, അല്ല, അവസാനായിട്ട് ഈ ആടിനെ എവിടെയാ കണ്ടേ? രാവിലെ ബീരാനിക്ക പൊരേന്റെ പിന്നാമ്പുറത്ത് കെട്ടിയിട്ടതാ. വെള്ളം കൊടുക്കാൻ ചെന്നപ്പോ അവിടെ കാണാനില്ല. ഓ, സ്കൂൾ ഹെഡ്മാസ്റ്ററായ അശോകനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അന്തിക്കുരുടൻ ജയിൽ ചാടിയിട്ടുണ്ട് എന്ന വിവരം പോലീസ് മുഖേന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൊലയാളി ഇപ്പോഴും പ്ലാച്ചിക്കാവിൽ തന്നെയുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. രാത്രി പുറത്തിറങ്ങുന്നവർ അതീവ ശ്രദ്ധയോടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക. എല്ലാവരും ജാഗ്രത പാലിക്കുക. എങ്ങോട്ടാ ഇപ്പോ? എടി ഒന്ന് കത്തിക്കാനാ. എന്റെ മനുഷ്യ, എത്ര തവണ പറയണ ഈ മുടിഞ്ഞ വലിയൊന്ന് നിർത്താൻ? ചത്തുപോകും. എടി എന്റെ ജാതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ 89 വയസ്സിൽ ജീവിച്ചിരിക്കുന്നു. അതോർത്ത് നീ പേടിക്കണ്ട, മനസ്സിലായി? എന്നാലും മാലിനിക്കെന്നെ വേണ്ടെന്ന് പറഞ്ഞല്ലോ. അയ്യേ, പിള്ളേര് കരയുന്നോലിരുന്ന് കരയ. കുര്യ, അവള് പോയ പോട്ടല. നിനക്ക് ഇതിലും നല്ലൊരാലോചന ഈ നാരായണേട്ടൻ കൊണ്ടുവരും. ഓ, എടാ കുര്യ, ഈ പ്ലാച്ചിക്കാവില് 232 ആൾക്കാരുണ്ട്. അതിൽ 40% പെണ്ണുങ്ങളാ. അതായത് 93. അതിൽ നിന്റെ പ്രായമുള്ളവർ 14 പേര്.
അതിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഡിഗ്രി പാസ്സായ 5 അടി പൊക്കമുള്ളവര് വെറും 3 പേര്. മാലിനി പോയ ബാക്കി 2 പേര്. എടുത്തോ. ആരാ 2 പേര്? എന്താ എന്താടാ? എന്താന്ന്? അജയ് ഞാനിപ്പോ ഓക്കെ സാർ. ഉജ്ജ്വല, എടാ, നിക്കടാ. എന്തേലും ഒന്ന് പറ. നിനക്കെന്താ തോന്നുന്നേ? ഈ അശോകനെ കൊന്ന ആൾ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ശരീരത്തിലും നെറ്റിയിലും ചുറ്റി കൊണ്ടോ മറ്റെന്തോ വസ്തു കൊണ്ടോ അടിച്ച പാടുകളുണ്ട്. ഒരു വ്യത്യാസം മാത്രം, ആദ്യത്തെ കൊലയേക്കാളും ഇൻറ്റൻസിറ്റി കൂടുതലാണ്, മുറിവുകളും കൂടുതലാണ്. എന്തായാലും കില്ലർ ശരിക്കും ആസ്വദിച്ച് സമയമെടുത്താ ഇത് ചെയ്തിരിക്കുന്നത്. ഉജ്ജ്വല, അന്തിക്കുരുടം പുറത്തല്ലേ? ഇനി അവനാണ് ഇതും ചെയ്തേ? അവനല്ല. അശോകേട്ടനും ദിവാകരേട്ടനും ഈ നാട്ടുകാരാണെങ്കിലും അവർ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിവൈരാഗ്യം കൊണ്ട് നടന്ന കൊലപാതകങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാത്രിയിൽ ഒറ്റയ്ക്ക് കിട്ടുന്ന ആളുകളെ മൃഗീയമായി കൊല്ലുന്നൊരു കൊലയാളിയാണ് ഈ നാട്ടിലുള്ളത്. അതൊരു സീരിയൽ കില്ലറാവും. ഓർത്തിട്ടെന്നെ കയ്യും കാലം മറയ്ക്കുക. നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു പറയുമ്പോ വീട് വരത്തുന്ന കാര്യം ആലോചിച്ച് പേടിയാവുക. നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ നമുക്ക് കൊള്ളാം. അല്ലാതെ ഈ ഉജ്ജ്വലിന്റെ വല തൂങ്ങി നടക്കുന്ന പോലീസുകാരെ വിശ്വസിച്ചാ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടെ മെമ്പറില്ലേ, പുള്ളിയെ ഒന്ന് വിളിച്ചു നോക്കിയാൽ. വർക്കിച്ചനെ പുള്ളി ആകുമ്പം ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കും. ഞാൻ നോക്കിയിട്ട് അതേ ഉള്ളൂ രക്ഷ. ഈ നാട്ടിൽ കാര്യപ്രാപ്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ വർക്കിച്ചായ മാത്രം. പുള്ളിനെ പോയി കാണാം. ശരിയാ.